ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു കുക്കിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് കുഞ്ഞു മീൻ നെത്തോലി ഒക്കെ കിട്ടിയേക്കുവാണ്. നെത്തോലി എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ. അപ്പോൾ അത് ഫ്രൈ ചെയ്യാമെന്ന് ഓർത്തു. അപ്പം ഞാൻ അതിൻ്റെ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട്, ഞാൻ കാണിക്കാം. ഞാൻ ഇളക്കിയിട്ട് മിക്സ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. ഇതാണ്. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ തന്നെ കുറച്ച് ഫിഷ് മസാല ഇട്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ലേശം മല്ലിപ്പൊടി, ഗരം മസാല ഉണ്ടെങ്കിൽ അതിടാം, മല്ലിപ്പൊടി ഇടണമെന്നില്ല. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഇട്ടാണ്. പാകത്തിന് ഉപ്പ്, പിന്നെ ഞാൻ ഫിഷ് മസാല ലേശം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനം ഇട്ടാണ് വെച്ചത്. അപ്പോൾ ഞാൻ ലേശം എണ്ണയൊന്ന് തൂകി, സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ അതിട്ട് നമുക്ക് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി വെക്കാം. ഓക്കെ, നന്നായിട്ട് നമുക്ക് ഇളക്കി മിക്സ് ചെയ്ത് വെക്കാം. നന്നായിട്ട് ഇതിൻ്റെ മസാലയൊക്കെ പിടിക്കട്ടെ. ഓക്കെ, നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം നമുക്ക് പിടിക്കാൻ വെക്കാം. അടിയിലൊക്കെ ചിലപ്പം പൊടി ഇളകാതെ കിടക്കും. നന്നായിട്ട് ഇളക്കുക. ചെറിയ മീനാണ്, നമ്മൾ കുഴയാതെ നോക്കണം. എന്നാൽ പിന്നെ എല്ലാം ഇളകിയെന്ന് ഉറപ്പ് വരുത്തുകയും വേണം പൊടി. ഓക്കെ, ഓക്കെ, അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ്സ് നമുക്ക് വെക്കാം. ഓക്കെ, വെച്ച് കഴിഞ്ഞ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഹലോ നമസ്കാരം. അപ്പം നമുക്ക് ഫിഷ് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് ഫ്രൈ ചെയ്യാതെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടാകാൻ വേണ്ടി വെച്ചേക്കുവാണ്. നന്നായിട്ട് ചൂടാകുന്നുണ്ട്. ഫ്ലെയിം ഇച്ചിരി കുറയ്ക്കാം, ചിലപ്പം എണ്ണയിലോട്ട് കയറിയെങ്കിൽ. ഓക്കെ, അപ്പം നമുക്കിനി നമ്മുടെ ഫിഷ് പതിയെ എണ്ണയിലോട്ടില്ല. നമ്മൾ ഒരു ട്രിപ്പ് ഇട്ടു. ഇത് 2-3 ട്രിപ്പിനുണ്ട്. നമ്മൾ ഒരു ട്രിപ്പ് ഫ്രൈ ചെയ്തെടുക്കാനിട്ടു. നമുക്കിത് നന്നായിട്ട് മൊരിയുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് മൊരിഞ്ഞിട്ട് നമുക്കത് കോരി എടുക്കാം. ഓക്കെ, നമുക്കപ്പം വൈകിട്ടായിട്ട് താരാട്ട് പാട്ട് പാടിയാലോ? ഓക്കെ. അല്ലീളം പൂവോ ഇല്ലിമൂളം തേനോ തെങ്ങിള നീരോ തേൻമൊഴിയോ മണ്ണിൽ വിരിഞ്ഞ നിലാവോ അല്ലീളം പൂവോ ഇല്ലിമൂളം തേനോ
തെങ്ങിള നീരോ തേൻമൊഴിയോ മണ്ണിൽ വിരിഞ്ഞ നില ഓ കൈവിരലുണ്ണും നേരം കണ്ണുകൾ ചിമ്മും നേരം കൈവിരലുണ്ണും നേരം കണ്ണുകൾ ചിമ്മും നേരം കന്നിവയൽ കാറ്റേ നീ കൺമണിയെ ഉണർത്താൻ വാ അല്ലീളം കാറ്റേ നീ കൺമണിയെ ഉണർത്താതെ നിൻ താലിപ്പീലി പൂങ്കാറ്റിനുള്ളിൽ നിൻ താലിപ്പീലി കാറ്റിനുള്ളിൽ കൂടും തേടിപ്പോ പോ അല്ലീളം പൂ ഇല്ലിമൂളം തേനോ തെങ്ങിള നീരോ തേൻമൊഴിയോ മണ്ണിൽ വിരിഞ്ഞ നില ഓ ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി പൈങ്കിളി മലർത്തേൻ കിളി ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി പൈങ്കിളി മലർത്തേൻ കിളി മഞ്ഞു വീണതറിഞ്ഞില്ല വെയിൽ വന്നു പോയതറിഞ്ഞില്ല ഓമനേ നീ വരും നേരം നീട്ടിയോ പൈങ്കിളി മലർത്തേൻ കിളി അയല വറുത്തതുണ്ട് കരിമീൻ പൊരിച്ചതുണ്ട് കോടംപൊളിയിട്ടു വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് അയല വറുത്തതുണ്ട് കരിമീൻ പൊരിച്ചതുണ്ട് കോടംപുളിയിട്ടു വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് തുമ്പപ്പൂ നിറമുള്ള നറുമണിച്ചോറുണ്ട് തുമ്പപ്പൂ നിറമുള്ള നറുമണിച്ചോറുണ്ട് കിളിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുണനെ ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുണനെ അയല വറുത്തതുണ്ട് കരിമീൻ പൊരിച്ചതുണ്ട് കോടംപുളിയിട്ടു വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് തുമ്പപ്പൂ നിറമുള്ള നറുമണിച്ചോറുണ്ട് തുമ്പപ്പൂ നിറമുള്ള ചെറുമണിച്ചോറുണ്ട് ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചാനെ ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുണനെ ലലലാ ലലലലലാ ലലലാ ലലലലലാ ലലലലലലലലലലലലലലലല കദളി വാഴ കൊമ്പിലിരുന്ന്
കാക്കയിന്നു വിരുന്നു വിളിച്ചു, വിരുന്നുകാരാ 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 വന്നാട്ടെ. കദളിവാഴക്കൊമ്പിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ചു, വിരുന്നുകാരാ 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 വന്നാട്ടെ. വിരുന്നുകാരാ 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 വന്നാട്ടെ. മൂക്കാൻ ഇച്ചിരി താമസം, ഫ്ലെയിം ഇച്ചിരി കുറച്ചാണ് വെച്ചേക്കും, കരിഞ്ഞെങ്കിലോ എന്ന് ഓർത്ത്. ഇച്ചിരി നന്നായിട്ട് മൂക്കാനുണ്ട്, വെന്തു മൂക്കണം, ഇച്ചിരി മൊരിയണം. ഞാൻ എപ്പോഴും എൻ്റെ കുക്കിംഗ് വ്ളോഗ്സിൽ പറയുന്നതാണ്, എന്നെ കാണുന്നവരൊക്കെ എന്നെക്കാളും നല്ല പാചകക്കാരാണ് കേട്ടോ. നിങ്ങളൊക്കെ എനിക്കറിയാം, നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്ന വീട്ടമ്മമാരും ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ ഉണ്ട് കേട്ടോ, ചേച്ചിമാരും ഒക്കെ ഉണ്ട്, സഹോദരിമാരും അനിയത്തിമാരും ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഷെയർ ചെയ്യുന്നേ ഉള്ളൂ എൻ്റെ എളിയ പാചകങ്ങൾ കേട്ടോ. നിങ്ങളൊക്കെ എന്നെക്കാളും നല്ല മിടുക്കരായിട്ട് ചെയ്യാൻ അറിയാമെന്നറിയാം. അപ്പോൾ അത് വലിയ മാതൃകയാക്കാൻ വേണ്ടിയൊന്നുമല്ല ഞാൻ കേട്ടോ. പിന്നെ ഒട്ടും അറിയാൻ വയ്യാത്തവർക്കൊക്കെ എൻ്റെ ഈ ചെറിയ പാചകം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രയോജനം വരും. സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ വാ, നാളെയാണ് താലിമംഗളം. സുന്ദരി 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 ഒന്നൊരുങ്ങി വാ വാ, നാളെയാണ് താലിമംഗളം. നീയും വരൻ്റെ പെങ്ങളായി വന്നു നിന്നു വേണം ചടങ്ങു മോടി എന്നൊരാക്കുവാൻ. മധുവിധുവിന് ചിറകടിച്ചു നീ പലയിടങ്ങളിൽ പറക്കണം. സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ വാ, നാളെയാണ് താലിമംഗളം, നാളെയാണ് താലിമംഗളം. ആരാരുമില്ലാത്ത കാലത്തു നീ എൻ്റെ ചാരത്തു വന്നെങ്കിലും സുന്ദരി ലാ 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 ലാ, മീനാക്ഷിയായെങ്കിലും സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് താലിമംഗളം, നാളെയാണ് താലിമംഗളം, നാളെയാണ് താലിമംഗളം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫിഷ് ഒന്ന് കോരിയെടുക്കാം. ഓക്കെ ഓക്കെ, ഇങ്ങനെ പിടിക്കണേ. നമ്മൾ ഫിഷ് കോരിയെടുക്കുക, പൊക്കണ്ട, ഇങ്ങനെ ഇങ്ങനെ പിടിച്ചാൽ മതി. താത്ത് പിടിച്ചു, താത്ത് പിടിച്ചു, അങ്ങനെ പിടിച്ചാൽ മതി. അപ്പം നമുക്ക് ഫിഷ് നമ്മൾ കോരുവാണ്. ചിലതൊക്കെ ഇച്ചിരി പൊടി, തീരെ കുഞ്ഞ് ഫിഷായതുകൊണ്ട് മാർക്കേ.
ഓഫ് ചെയ്യാം. ഓക്കെ, ഓഫ് ചെയ്യും. നമുക്ക് ഒത്തിരി അങ്ങ് തിരക്കാൻ നമുക്ക് ഓഫ് ചെയ്യാം, ഒത്തിരി അങ്ങ് തിരക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മോഡൽ. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ അപ്പോൾ ഇങ്ങനത്തെ ഒരു തവി യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതേ തവി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇതുപോലത്തെ തവിയാണെങ്കിൽ നമുക്ക് എണ്ണ വാർന്ന് കിട്ടാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ഈ മോഡലാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്ക് ഇതിൻ്റെ മുകളിൽ സവാളൊക്കെ അരിഞ്ഞ് വേണമെങ്കിൽ ഇടാം ടേസ്റ്റിന് വേണ്ടി. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും ഇങ്ങനെയാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ ഇനി എനിക്ക് നല്ല ജോലിയാണ് ഗൈസ്. അപ്പോൾ എനിക്ക് ഇത്രയും മീനൂടെ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഇത്രയും കാണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കുക്കിംഗ് വ്ളോഗ് നിർത്തുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു മോഡൽ നിങ്ങളെ കാണിച്ചു. ഈ മോഡലിലാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അടിപൊളിയാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ചൂടുണ്ട്. സൂപ്പർ. കുഞ്ഞു മീൻ അല്ലെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു പാചക വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, till then, bye bye, good night.